കുടുംബത്തിന്റെ പേരിൽ നടക്കുന്ന കലഹങ്ങളും സ്വത്ത് വഴക്കുകളും ചിലപ്പോഴൊക്കെ എത്രത്തോളം ഭീകരമായ തീരുമാനങ്ങളിലേക്ക് ആളുകളെ നയിക്കാമെന്ന് തെളിയിക്കുന്ന കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വത്തും പണവും പോലുള്ള വസ്തുക്കൾക്കായി ഒരേ വീട്ടിലെ ആളുകൾ തന്നെ തമ്മിൽ വിരോധം പുലർത്തുമ്പോൾ അതിന്റെ വില ഒടുവിൽ നിരപരാധികൾക്കാണ് കൊടുക്കേണ്ടി വരുന്നത്. ബന്ധങ്ങളുടെ മൂല്യം മറന്ന് സ്വന്തം ലാഭം മാത്രം മുന്നിൽ കണ്ടപ്പോൾ മനുഷ്യന്റെ മനസാക്ഷി എങ്ങനെ മരവിക്കപ്പെടുന്നു എന്നതിന് ഈ സംഭവം ഒരു ദാരുണ ഉദാഹരണമാണ്. കുടുംബത്തിലുണ്ടായ വഴക്കുകളും അവിശ്വാസവും ചേർന്നപ്പോൾ അതൊടുവിൽ ഒരു കുഞ്ഞിന്റെ ജീവൻ പോലും കവർന്നെടുക്കുന്ന ക്രൂരതയായി മാറിയിരിക്കുകയാണ്. 6 വയസ്സുകാരിയുടെ മരണം ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും. സ്വത്ത് പങ്കുവയ്ക്കുന്നത് തടയണമെന്ന ലക്ഷ്യത്തോടെ തന്നെ ഒരു 6 വയസ്സുകാരി നിരപരാധിയായ കുഞ്ഞിനെ രണ്ടാനമ്മ 3 നില കെട്ടിടത്തിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് താഴേക്കെറിഞ്ഞു കൊന്നതാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ സംഭവം. സ്വന്തം കുടുംബത്തിനുള്ളിൽ നടക്കുന്ന വഴക്കുകളും സ്വത്ത് സംബന്ധമായ കലഹങ്ങളും ഒരാളുടെ മനസ്സിനെ എത്രത്തോളം ക്രൂരവും കഠിനവുമാക്കുമെന്നതിന് ഉദാഹരണമായി മാറി ഈ സംഭവം. ആദ്യം അപകടമരണം പോലെ തോന്നിയ സംഭവം അയൽവാസികൾ ദിവസങ്ങൾക്ക് ശേഷം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതോടെയാണ് പുറത്തറിയുന്നത്. ദൃശ്യങ്ങളിൽ കുഞ്ഞും രണ്ടാനമ്മയും ടെറസിൽ നിൽക്കുന്ന കാഴ്ചകളും പിന്നീടവൾ വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങുന്നതുമെല്ലാം വ്യക്തമാണ്. ഓഗസ്റ്റ് 27-നാണ് ഹൃദയഭേദകമായ സംഭവം നടന്നത്. സ്ഥലത്തെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആദർശ് കോളനിയിലാണ് 6 വയസ്സുകാരി സാൻവിയുടെ ജീവൻ നഷ്ടമായത്. 3 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കുഞ്ഞിനെ കണ്ടെടുത്തപ്പോൾ നാട്ടുകാർ ആദ്യം അപകടമരണമായിരിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചെറിയ ശരീരത്തിനേറ്റ പരിക്കുകൾ അതിജീവിക്കാൻ സാൻവിക്ക് കഴിഞ്ഞില്ല. ചികിത്സയ്ക്കിടെ കുഞ്ഞു മരിച്ചു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ രണ്ടാനമ്മ രാധ പോലീസിന് നൽകിയ മൊഴിയും ഇതേ ധാരണയ്ക്കാണ് വഴിവെച്ചത്. ഇത് വെറും അപകടം മാത്രമാണ്, കുട്ടി തെറ്റി വീണതാണ് എന്നായിരുന്നു അവരുടെ വിശദീകരണം. ആദ്യ നോട്ടത്തിൽ വിശ്വസിക്കാവുന്നതുപോലെ തോന്നിയിരുന്നുവെങ്കിലും പിന്നീട് പുറത്തുവന്ന തെളിവുകളെല്ലാം ഈ മൊഴിയെ സംശയത്തിന് ഇടയാക്കി. അയൽവാസികൾ വീട്ടുവളപ്പിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഭവത്തിന്റെ യഥാർത്ഥ മുഖം പുറത്തുവന്നത്. ആദ്യം അപകടം പോലെ തോന്നിയിരുന്ന കാര്യം ക്രൂരമായ കൊലപാതകമാണെന്ന് വ്യക്തമാകുകയായിരുന്നു. ദൃശ്യങ്ങളിൽ 6 വയസ്സുകാരി സാൻവി രണ്ടാനമ്മ രാധയോടൊപ്പം കെട്ടിടത്തിന്റെ മുകളിലെ ടെറസിൽ നിൽക്കുന്ന കാഴ്ച കണ്ടു. പിന്നീട് കുറച്ചു സമയത്തിന് ശേഷം കുഞ്ഞില്ലാതെ വീട്ടിലേക്ക് ഓടുന്നതാണ് കണ്ടത്. കുഞ്ഞിനെ താഴേക്കെറിയുന്ന ദൃശ്യങ്ങളും CCTVയിൽ നിന്നും കിട്ടിയിരുന്നു. ഇതോടെ പോലീസും നാട്ടുകാരും സംശയത്തിലായി. സംഭവത്തിന്റെ പിന്നാമ്പുറം കൂടുതൽ അന്വേഷിക്കപ്പെടേണ്ട സാഹചര്യമുണ്ടായി. CCTVയിലെ ദൃശ്യങ്ങൾ കണ്ട് നാട്ടുകാരും പോലീസും ഒന്നടങ്കം ഞെട്ടി. പോലീസ് ചോദ്യം ചെയ്യലിനു ശേഷം സംഭവത്തിന്റെ യഥാർത്ഥ രൂപം പുറത്തുവന്നു. തുടക്കം മുതൽ അപകടമരണം എന്നാണ് പറഞ്ഞിരുന്ന രണ്ടാനമ്മ രാധ ഒടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. സ്വത്ത് വിഭജിക്കപ്പെടാതിരിക്കാൻ ഭർത്താവിന്റെ ആദ്യ ഭാര്യയുടെ മകളായ സാൻവിയെ ഇല്ലാതാക്കണമെന്ന് അവൾ തീരുമാനിച്ചതായി മൊഴിയിൽ വെളിപ്പെടുത്തി. സ്വന്തം വ്യക്തിപരമായ ലാഭം മാത്രം കണ്ട് ഒരു നിരപരാധിയായ കുഞ്ഞിന്റെ ജീവൻ അവസാനിപ്പിക്കാൻ വരെ ഒരാൾ തയ്യാറാകുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യമാണ്. സാൻവിയുടെ അമ്മ ഏറെക്കാലം മുൻപ് മരിച്ചിരുന്നു. പിന്നീട് കുഞ്ഞിന്റെ അച്ഛനായ സിദ്ധാന്ത് രണ്ടാനമ്മയായ രാധയെ വിവാഹം കഴിച്ചു. വിവാഹത്തിനു ശേഷം ഒരേ വീട്ടിൽ കഴിയുന്നതിനിടെയാണ് സ്വത്ത് സംബന്ധമായ വഴക്കുകളും പ്രശ്നങ്ങളും വളർന്നത്. ഒടുവിൽ ആ കുടുംബകലഹം ക്രൂരമായ കൊലപാതകമായി മാറി. ഒരു കുഞ്ഞിന്റെ ജീവനാണ് അതിനു വിലയായത്. കർണാടകയിലാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.